നമ്മുടെ രാഹുൽ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. രാഹുൽ, അഹല്യ രാഹുൽ. ഹലോ, രാഹുൽ എത്രയും പെട്ടെന്ന് വേദിയിലെ അടുത്തേക്ക് വരേണ്ടതാണ്. എല്ലാരും നിന്നിരിക്കും. നമ്മുടെ ജന്മനാടിന്റെ സ്വീകരണ പ്രോഗ്രാം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ റോഡിന്റെ ഇരുവശങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ സദസ്സിലേക്ക് കയറിയിരുന്നു കൊണ്ട് വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കണം. നമ്മുടെ പ്രഗത്ഭരായ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ആളുകളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾ നമ്മുടെ പരിപാടി ആരംഭിക്കുന്നതാണ്. രാഹുൽ, നമ്മുടെ ഈ പരിപാടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഷാനവാസിന് സ്നേഹോപഹാരവും ഫോട്ടോ എടുക്കാനുള്ള അവസരം നമ്മുടെ പ്രോഗ്രാമിന് ശേഷം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന എല്ലാ ആളുകളും നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുമായി സഹകരിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഹലോ 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 പ്രിയമുള്ളവരെ, നമ്മുടെ ഷാനവാസ് ഷാരൂഖിക്കുള്ള ജന്മനാടിന്റെ സ്വീകരണ പരിപാടി വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഇരിപ്പിടങ്ങൾ ഇവിടെ കാലിയാണ്. നിൽക്കുന്നവർ എല്ലാവരും ഇരിപ്പിടങ്ങളിലേക്ക് ഇരുന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം കൂടി ഓരോരുത്തരും ദയവായി ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എല്ലാ വിശിഷ്ട അതിഥികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷാനവാസ് എന്ന ഷാനു ഇവിടെ എത്തിയിട്ടുണ്ട്.
നമ്മുടെ നാടിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാണുവാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കുവാനും ഒക്കെ ആയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം പരിപാടി ആരംഭിക്കാം. വിശിഷ്ടാതിഥികളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, സീറ്റുകളിൽ ഇരുന്ന് സഹകരിക്കുക. ഹലോ, അപ്പൊ നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. റെഡിയാണോ? ഷാനുഖ്യം ഇഷ്ടമുള്ള ആൾക്കാരാണ് എല്ലാവരും. നല്ലൊരു കൈയ്യടി എല്ലാവരും. താങ്ക് യു. നമ്മുടെ അഭിമാനമാണ്. 1.5 പതിറ്റാണ്ട് കാലമായി മലയാളികളുടെ സ്വീകരണ മുറിയിലെ നിറസാന്നിധ്യമാണ് ഷാനവാസ് എന്ന ഷാനുക്ക. ഇങ്ങനെ ഷാനവാസ് ഷാനു എന്ന് പറഞ്ഞാലും പല ആൾക്കാർക്ക് അറിയില്ല അല്ലേ? നമ്മുടെ രുദ്രനും ഇന്ദ്രനും ഒക്കെയാണ് അദ്ദേഹം അല്ലേ? അല്ലേ? അപ്പൊ നിറഞ്ഞൊരു കൈയ്യടി, നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു കൈയ്യടി വേണം. 1.5 പതിറ്റാണ്ട് കാലമായിട്ട് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം, അത് ഏറ്റവും അവസാനം നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിയാലിറ്റി ഷോ അല്ലെ, അത് ഒന്നായ ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇതിന്റെ പരസ്യത്തിൽ ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, പീപ്പിൾസ് ചാമ്പ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, നമ്മുടെയൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചത് അദ്ദേഹം വിജയിക്കണമെന്നാണ്. പക്ഷെ സെക്കൻഡ് റണ്ണർ ആയെങ്കിലും നമ്മുടെ വിശിഷ്ടാതിഥി നമ്മുടെ MLA സാറൊക്കെ എത്തിയിട്ടുണ്ട്. പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ ആൾക്കാരും ദയവായിട്ട് ഈ ചെയറുകൾ കാലിയാവാതെ എല്ലാവരും അതിലേക്ക് ഇരുന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കണം ഒരിക്കൽ കൂടി. അതോടൊപ്പം തന്നെ റോഡിന്റെ ഇരുഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനങ്ങൾക്ക് പോകുവാനുള്ള സൗകര്യം ചെയ്തു തരേണ്ടതാണ്. പ്രിയമുള്ളവരെ, കുട്ടിപ്പാലം സ്കൈവേ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കലാലയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നീ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ കുട്ടിപ്പാലം ജനകീയ സമിതിയാണ് ഇത്തരത്തിലൊരു ആദരവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ കലാസാഹിത്യ രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷാനവാസ് എന്ന ഷാനുഖ്യെ നമ്മുടെ സ്നേഹം ആദരവ് നൽകുന്നതിനായിട്ട്. അപ്പൊ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ ഷഫീഖ് റഹ്മാൻ എം അവരുടെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ജനകീയ സമിതി മുട്ടിപ്പാലം, ഈ സമിതിയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് ഷഫീഖ് റഹ്മാൻ. നമ്മുടെ ആരാധനായ MLA സാർ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടകൻ അദ്ദേഹമാണ്. ലത്തീഫ് സാറുകൾ എത്തിയിട്ടുണ്ട്. മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഗതം ആശംസിക്കുന്നതിനായി ഷഫീഖ് റഹ്മാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു.
പ്രിയമുള്ളവരെ, നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നമ്മുടെ എല്ലാവരെയും ആവേശമായി നാടിന്റെ അഭിമാനമായ പീപ്പിൾ ചാമ്പ്യനായ നമ്മുടെ ഷാനവാസിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയനായ മുട്ടിപ്പാലത്തിലെ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ സ്കൈവേ, ഗാലക്സി, കലാലയ എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ ജനകീയ സമിതി സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയിലാണ് നമ്മളെല്ലാവരുള്ളത്. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, മുട്ടിപ്പാലം എന്ന നാടിന്റെ ഒരു ഒരുമയും കെട്ടുറപ്പും ഒരിക്കൽ കൂടി വിളിച്ചോദിക്കുന്ന തരത്തിലേക്കാണ് ഈ പരിപാടി ഇവിടെ നമ്മൾ ഈ ഒരു ഇലക്ഷന്റെ തിരക്കിനിടയിലും നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഈ നാടിന്റെ ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ച ഷാനവാസിന് സ്വീകരണം നൽകുന്നത് സംബന്ധിച്ച് നമ്മൾ ഏറെ നാളായിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായി. ഷാനവാസിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ കാരണമാണ് ഇത്രയും ദിവസം നമുക്ക് ഇത് വൈകി പോകുന്ന ഒരവസ്ഥ ഉണ്ടായത്. അദ്ദേഹം നമ്മുടെ ഈ പ്രോഗ്രാമിൽ ബിഗ് ബോസിന്റെ 100 ദിവസം പൂർത്തീകരിച്ച് എറണാകുളത്ത് വന്നിറങ്ങുകയും അവിടെ നിന്ന് രാത്രി സമയത്താണ് എയർപോർട്ടിലെത്തുകയും അന്ന് രാവിലെ 1 മണിക്കാണ് നമ്മുടെ നാട്ടിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്കൊരു സ്വീകരണം നൽകുക എന്നത് പ്രായോഗികമല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് നൽകാമെന്ന് നമ്മുടെ നാട്ടുകാരെല്ലാം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ നടത്തിയത്. മുട്ടിപ്പാലം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ബൃഹത്തായ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ ഈ നാട്ടിലെ എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. ഷാനവാസിനെ സംബന്ധിച്ചറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗെയിമോ നാടകമോ കളിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല. പച്ചയായ കാര്യങ്ങളെ നേരിട്ട് സംവദിക്കാനും പറയേണ്ടടുത്ത് കൃത്യമായി പറയാനും അറിയിക്കേണ്ടവരോട് കൃത്യമായി പറയാനും അറിയിക്കാനുമുള്ള കേൾപ്പും പ്രാപ്തിയുമുള്ള ഒരു കലാകാരൻ കൂടിയാണ് ഷാനവാസ്. കുട്ടിപ്പാലത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി എല്ലാ വിഷയങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഒരു ജനകീയനായി, ഒരു സാധാരണ മനുഷ്യനായി അല്ലെങ്കിൽ സാധാരണ കലാകാരനായി നമ്മളോടൊപ്പം ചേർന്ന് നിന്ന ഒരു കലാകാരൻ കൂടിയാണ് നമുക്ക് ഷാനവാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ബിഗ് ബോസിൽ തന്നെ വ്യത്യസ്തമായ ആ ഒരു ബിഗ് ബോസിനെ ശരിക്കും നയിച്ചത് നമ്മുടെ ഷാനവാസാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്രയും കൃത്യമായി ഒരു പ്രോഗ്രാമിനെ അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് എന്നതിനപ്പുറത്തേക്ക് അതിന്റെ ഒരു ജനകീയനായ വിജയി ഷാനവാസ് തന്നെയാണ് എന്ന് ഉറക്കെ നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മെസ്സേജുകളും നമുക്ക് നൽകിയിട്ടാണ് നമുക്ക് ആ പ്രോഗ്രാം അവസാനിച്ചിട്ടുള്ളത്. സ്വന്തം ഉമ്മയെക്കുറിച്ച് കൃത്യമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു അനുഭവം നമുക്ക് ഷാനവാസ് അവിടെ നൽകുകയുണ്ടായി. പാറ പോലെ ഇരുണ്ട ഹൃദയങ്ങൾ എന്നതിനപ്പുറത്തേക്ക് പറയാം, അത് പഞ്ഞി പോലെയാക്കിയ അനീഷിന്റെ സൗഹൃദം നമുക്കൊരു മാതൃകയാണ്. അതുപോലെ തന്നെ ആ സൗഹൃദം നമ്മൾ ഫാൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനപ്പുറം അവർ ആ സൗഹൃദത്തെ വളർത്തിയ ആ ഒരു കഴിവ് അത് നമുക്ക് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലേക്കാണ്. അപ്പോ വാക്കുകൾക്കും തർക്കങ്ങൾക്കും അപ്പുറത്തേക്ക് കൂട്ടുകാരെ എങ്ങനെ ചേർത്ത് പിടിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരെ എങ്ങനെ ചേർത്ത് കൊണ്ടുപോകാം എന്ന് കാണിച്ചത് ഷാനവാസാണ് നമുക്ക് ആ ബിഗ് ബോസ്. അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും മാതൃകാപരമായി ഒരു സാധാരണ മനുഷ്യനെ പോലെ അവിടെ നോ പറയേണ്ടടുത്ത് കൃത്യമായി നോ പറയുന്ന, ഓക്കെ പറയേണ്ടടുത്ത് കൃത്യമായി ഓക്കെ പറഞ്ഞ്, അഭിനന്ദിക്കേണ്ടടുത്ത് കൃത്യമായി അഭിനന്ദിച്ച്, അങ്ങനെ കൃത്യമായി ഒരു പ്രോഗ്രാം ലീഡ് ചെയ്ത ഒരു കലാകാരൻ നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളത് തന്നെ നമുക്കേറെ അഭിമാനകരമാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കൂടുതലായി ഒന്നും പറയില്ല. നമ്മുടെ പ്രഗത്ഭരായ നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കലാ മേഖലകളിലുള്ള പ്രഗത്ഭ വ്യക്തികൾ നമ്മുടെ ഈ ഒരു സദസ്സിൽ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വൈകിയ വേളയിൽ കൂടുതലൊന്നും അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ റോഡ് ഷോ ഉൾപ്പെടെ നൽകിയ സ്വീകരണം
നമ്മൾ ഇന്നേ വരെ മുട്ടിപ്പാലം മഞ്ചേരിയും കാണാത്ത വിധത്തിലുള്ള ഒരു റോഡ് ഷോ നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് തന്നെ നമുക്ക് പറയാം. ഞാൻ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള സയ്യിദ് മൊയ്തീൻ എന്നവരാണ്. സയ്യിദിനെ ഈ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.